ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗീതാധ്യാനം എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിലിരുന്ന് ചൊല്ലി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഗീതാ മാഹാത്മ്യം ഒരു 6 ശ്ലോകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. തുടങ്ങട്ടെ. ഒന്നാമത്തെ ശ്ലോകം: ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിതഃ. അർത്ഥം: യഹ പുമാൻ, യാതൊരു മനുഷ്യൻ, ഇദം പുണ്യം ഗീതാശാസ്ത്രം, ഈ പവിത്രമായ ഗീതാശാസ്ത്രത്തെ, പ്രയതഃ പഠേത്, പ്രയത്നിച്ച് പഠിക്കുന്നുവോ. എങ്ങനെയാണ് പ്രയത്നിച്ച് പഠിക്കുക? അവരവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്. ശ്രോത്രം, ത്വക്, ചക്ഷുരസനാഘ്രാണം, വാക്, പാണി, പാദം, വായു, ഉപസ്ഥഃ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുന്നുവോ. ഭയശോകാദിവർജിതഃ സഹ, ഭയശോകാദികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന അവൻ, വിഷ്ണോഹോ പദം അവാപ്നോതി, വിഷ്ണുപദത്തെ, അതായത് വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം വായിക്കട്ടെ. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. ഗീതാ അധ്യയനശീലസ്യ, ഗീതാധ്യയനം നിഷ്ഠയോടെ ദിവസവും ചെയ്യുന്നവൻ. അധ്യയനം എന്ന് പറയുമ്പോൾ ഓരോ ശ്ലോകവും അതിൻ്റെ പദം, സ്വാധ്യായം, അർത്ഥത്തോടുകൂടി മനനം ചെയ്യുന്നവൻ. പ്രാണായാമ പരസ്യ ച, പ്രാണായാമത്തിൽ തൽപരനുമായവന്. ശ്രദ്ധ നമുക്ക് ഏതിനും ആവശ്യമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ശ്രദ്ധയ്ക്ക് നമുക്ക് ശ്വാസ നിയന്ത്രണം, അതായത് പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ ശ്രദ്ധ ഏറി വരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രാണായാമത്തെക്കുറിച്ച്, ശ്വാസ നിയന്ത്രണ ആ ഗതിയെ, ശ്വാസത്തെ നിയന്ത്രിക്കുവാൻ സമർത്ഥനായവൻ ഇളക്കമില്ലാതെ അടക്കമുള്ളവനായിരിക്കും വിഷയങ്ങളിൽ. അപ്പോൾ അങ്ങനെ ദിവസവും നിഷ്ഠയോടെ ചെയ്യുന്നവനും തൽപരനായവന് പൂർവജന്മകൃതാനി, പൂർവജന്മത്തിൽ ചെയ്ത പാപാനി ഹി, പാപങ്ങൾ പോലും ന ഏവ സന്ധി, നിലനിൽക്കുന്നില്ല, നശിച്ചു പോകുന്നു എന്നാണ്. മൂന്നാമത്തെ ശ്ലോകം വായിക്കട്ടെ. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാംഭസി സ്നാനം സംസാരമലനാശനം. പുംസാം, മനുഷ്യരുടെ, ദിനേ ദിനേ ജലസ്നാനം, ദിനേ ദിനേ, ദിവസം തോറുമുള്ള ജലത്തിലുള്ള സ്നാനം. മലനിർമോചനം ഭവതി, ശരീരത്തിൻ്റെ മാലിന്യത്തെ കഴുകിക്കളയുവാൻ സമർത്ഥമായി തീരുന്നു. ഗീതാംഭസി, ഗീതാജലത്തിലോ സകൃത്ത് സ്നാനം, ഒരിക്കലൊന്ന് സ്നാനം ചെയ്താൽ സംസാരമലനാശനം, സംസാരമാകുന്ന മാലിന്യം നശിച്ചു പോകുന്നു. ഭഗവത്ഗീതയെ നന്നായിട്ട് മനനം ചെയ്ത് ഉറപ്പിക്കുന്നവന് സമ്യക് സരതി ഇതി സംസാര, ഈ കാണാകുന്ന സംസാര ചക്രം, ജനിമൃതി ചക്രം, അതിലുള്ള ഭയം നശിച്ചു പോകും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.
ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം നമുക്ക് ആവശ്യമാണ്. ബാഹ്യമായ ശുചിത്വം സ്നാനം കൊണ്ട് കഴിയും. പക്ഷെ ആന്തരികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ മാലിന്യങ്ങളെ എങ്ങനെ കഴുകിക്കളയുവാൻ സാധിക്കും? അതിന് ഈ ഗീതാശാസ്ത്രത്തിൽ സ്നാനം ചെയ്യൂ എന്ന് ഗീതാ ആചാര്യൻ മാഹാത്മ്യത്തിൽ പറയുന്നു. ഓരോ ശാസ്ത്രവും നമ്മുടെ മനോമാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ തന്നെയാണ്. അതിന് യാതൊരു പ്രയത്നവും വേണ്ട. ആ സത്സംഗത്തിൽ ഒന്നിരുന്നു കൊടുക്കുകയേ വേണ്ടു. അടുത്ത ശ്ലോകം വായിക്കാം. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃതം. യാ ഗീത, യാതൊരു ഗീതാ ശാസ്ത്രം, പത്മനാഭസ്യ മുഖപത്മാത്, പത്മനാഭന്റെ പത്മസദൃശമായ മുഖത്തിൽ നിന്ന് സ്വയം വിനിസൃത, തനിയെ തന്നെ പ്രവഹിച്ചുവോ, സാ സുഗീത കർത്തവ്യ, അത് നന്നായി ഗാനം ചെയ്യപ്പെടണം. അന്യേഹി ശാസ്ത്രവിസ്തരേഹിക്കും, മറ്റു ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് എന്തു കാര്യം? അപ്പോൾ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ നന്നായി പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ഉൾക്കൊള്ളുവാൻ പ്രയത്നിക്കുകയാണ് വേണ്ടത്. നാം ആദ്യമേ തന്നെ സൂചിപ്പിച്ചില്ലേ, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. ശാസ്ത്രങ്ങൾ അനവധിയാണ്, അറിയുവാൻ ഏറെയുണ്ട്, പഠിക്കുവാൻ ഏറെയുണ്ട്. അല്പശ്ചകാലോ ബഹവശ്ച വിഘ്നാഹ, പഠിക്കാമെന്ന് വിചാരിച്ചാലോ 100 ആയുസ്. വിഘ്നങ്ങളോ ബഹവഹ, ഏറെ വിഘ്നങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് എന്താ വേണ്ടത്? യത് സാരഭൂതം, സാരഭൂതമായതിനെ തതുപാസിതവ്യം, അത് ഉപാസിക്കപ്പെടേണ്ടതാണ്. ഏതുപോലെ? ഹംസോ യഥാ ക്ഷീരമിവംബുമിശ്രം. ഹംസത്തിന് ഇങ്ങനെയൊരു കഴിവുണ്ടത്രേ, വെള്ളവും പാലും ചേർന്ന് മിശ്രിതം വെച്ചു കൊടുത്താൽ അത് വെള്ളത്തെ തള്ളി പാലിനെ സ്വീകരിക്കുമത്രേ. പരമഹംസന്മാര് ഈ പ്രപഞ്ചത്തെ തള്ളിയിട്ട് സാരമായ ഭഗവാനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോ അവനവന് ഇഷ്ടമുള്ള ഒരു ശാസ്ത്രത്തെ, അവനവന്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ശാസ്ത്രം അവനവനെ ആകർഷിക്കുക. അപ്പൊ അതിലെ ഒരു ശാസ്ത്രത്തെ നന്നായി ഉൾക്കൊള്ളുക, അർത്ഥത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ഉൾക്കൊള്ളുക, അതാണ്. അടുത്ത ശ്ലോകം വായിക്കാം. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഭാരതാമൃത സർവസ്വം, മഹാഭാരതമാകുന്ന ഇതിഹാസത്തിന്റെ അമൃതവും സർവസ്വവുമായത്, അതായത് സാരമായത്. വിഷ്ണോഹോ വക്ത്രാദ വിനിസൃതം, സാക്ഷാത് മഹാവിഷ്ണുവിന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഗീതാ ഗംഗോദകം പീത്വ, ഗീതാഗംഗയിലെ ജലം പാനം ചെയ്ത്, പാനം ചെയ്യുന്ന ഒരുവൻ പുനഃ ജന്മന വിദ്യതേ, പിന്നീട് പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കും. പരമമായ സത്യം ആത്മാവ് മാത്രമാണല്ലോ. ആ സത്യത്തെ നന്നായി പ്രതിപാദിക്കുന്ന ശാസ്ത്രം തന്നെയാണല്ലോ ഭഗവത്ഗീത. അപ്പോ പുനർജന്മ ഇല്ല, ദേഹബോധം, അഹം മമ, ഞാൻ എൻ്റെ എന്നുള്ള ആ ഭാവം മാറിപ്പോകുന്നു. അടുത്ത ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി
കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം. ദേവകീപുത്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവത്ഗീത എന്ന ഒന്നു മാത്രം ശാസ്ത്രം. ഏകഃ ദേവഃ ദേവകീപുത്രഃ ഏവ. ഏകനായ ആരാധ്യദേവൻ ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ മാത്രം. ഏകഃ മന്ത്രഃ തസ്യ യാനി നാമാനി. ഒരേ ഒരു മന്ത്രം, ആ ഭഗവാന്റെ തിരുനാമങ്ങൾ തന്നെ. തസ്യ ദേവസ്യ സേവാ അഭി ഏകം കർമ്മ. ആ ദേവന്റെ സേവ തന്നെയാണ് ഏകമായ കർമ്മം. ശാസ്ത്രത്തെ പറഞ്ഞതുപോലെ ഒരു ആരാധ്യദേവന്റെ രൂപം അല്ലെങ്കിൽ ആ ദേവനെ സ്വീകരിച്ച് അനന്തനാമങ്ങളിൽ അദ്ദേഹത്തിന്റെ അനന്തനാമങ്ങളിൽ ഒന്നിനെ സ്വീകരിച്ച് മന്ത്രമായി സ്വീകരിച്ച് നാമം ജപിച്ചുകൊണ്ടും രൂപം ധ്യാനിച്ചുകൊണ്ടും മനസ്സിനെ തൻ്റെ തന്നെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനിൽ ഏകാഗ്രമാക്കുക. അതാണ് വൈകുണ്ഠപ്രാപ്തി എന്ന് ആചാര്യൻ പറയും. പുറത്തെവിടെയും പോയി തിരയേണ്ടതില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ വർത്തിക്കുന്നു. നേരത്തെ സത്സംഗത്തിന്റെ മഹത്വം പറഞ്ഞുവല്ലോ. സത്സംഗം എന്നാൽ നാം ഒരു സത്സംഗത്തിൽ വർത്തിച്ചാൽ, അതായത് സത്സംഗത്തെ നിരന്തരം കേട്ടാൽ യാതൊരു ശ്രമവും ഇല്ലാണ്ട് നമ്മുടെ ഹൃദയ മാലിന്യങ്ങൾ തീർന്നു പോകും. ജലസ്നാനം കൊണ്ട് നമുക്ക് ബാഹ്യ ശുചിത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സത്സംഗം കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞുവല്ലോ. അതിന് ദൃഷ്ടാന്തമായിട്ട് രാമകൃഷ്ണൻ ദേവൻ പറയുന്ന ഒരു ഉദാഹരണത്തെ നമ്മുടെ ആചാര്യൻ നമുക്ക് സമർത്ഥിച്ചു തരും. അതൊന്ന് പറയാം. അതായത് നല്ല വേനൽക്കാലമാണ്, ജലത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന സമയമാണ്. വളരെ വലുതായൊരു സത്സംഗം നടത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താണ്, ധാരാളം ജനങ്ങൾ വരില്ലേ, അപ്പോ ജലം ആവശ്യമുണ്ട്, പിടിച്ചു വെക്കണം, ജലക്ഷാമമാണ്, എപ്പോ വേണമെങ്കിലും കിട്ടാതെ വരാം. അപ്പൊ എന്താ ചെയ്യാ, പുറത്തിറങ്ങി ചുറ്റും നോക്കി. അതാ ഒരു ഡ്രം ഇരിക്കുന്നു, പഴയതാണ്, നല്ല സാരമില്ല, അതിൽ ഒരുപാട് ജലം സംഭരിച്ചു വെക്കുവാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഓടിപ്പോയി അതിലേക്ക് നോക്കുമ്പോഴാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് അത് നിറച്ച് ചെളിയാണ്. പുറത്തൊക്കെ വല്ലാത്തൊരു പൊടിയും ചെളിയും പുല്ലൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ അങ്ങ് വൃത്തികേടായിട്ടിരിക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് എങ്ങനെ വൃത്തിയാക്കും, പണിക്കാരനാണെങ്കിൽ ഇപ്പൊ കിട്ടാനും ഇല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സാധ്യമല്ല വൃത്തിയാക്കാൻ ഒറ്റയ്ക്ക്. അപ്പൊ നോക്കുമ്പോ അടുത്തൊരു ടാപ്പ് ഉണ്ട്, അതാ ഒരു ഹോസ് കിടപ്പുണ്ട് നിലത്ത്. ആ ഹോസ് എടുത്ത് ആ വാട്ടർ ടാപ്പിലേക്ക് അതാ ഘടിപ്പിച്ചു. ഹോസിന്റെ മറ്റേ അറ്റം അതാ ആ ട്രമ്മിനുള്ളിലേക്ക് എങ്ങനെയോ കൊണ്ടുവച്ചു. ടാപ്പ് തുറന്നു വിട്ടു. നല്ല ശുദ്ധജലം ആ ട്രമ്മിലേക്ക് അതാ പ്രവഹിക്കുകയാണ്. ആദ്യമൊക്കെ നമുക്കത് കാണാൻ പോലും സാധ്യമല്ല, നനവ് കൊണ്ടാണ് ജലം ഉണ്ടെന്ന് അറിയാലേ. എന്നിട്ട് എന്താ ഉണ്ടാവുക, ചിലപ്പോ അതിലെ മാലിന്യത്തിനനുസരിച്ച് ചിലപ്പോ ആ ശുദ്ധജലം അങ്ങനെ കടന്നു പോകുമ്പോ ഒരു ദിവസം കൊണ്ട് ഒരു പ്രയത്നവും ഇല്ലാണ്ട് നാം ചെന്ന് നോക്കുമ്പോ അതിലെ ചെളിയെല്ലാം അടർന്നടർന്നടർന്ന് വീണു പോകുന്നത് കാണുവാൻ സാധിക്കും. ഒന്നും കാണുന്നില്ല അല്ലേ. ചിലപ്പോ ഒരു മാസമാകാം, ചിലപ്പോ കോടി ജന്മങ്ങളാകാം. എന്തായാലും ഒരു സമയം ആ ട്രമ്മിനുള്ളിൽ നോക്കുമ്പോ അത് പരിപൂർണമായി അകവും പുറവും വൃത്തിയായ രീതിയിൽ കാണുവാൻ സാധിക്കും. അത് തീർച്ച. ആചാര്യന്മാർ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയുന്നു. അതൊരു ദൃഷ്ടാന്തമാണ്, അത് സത്യവുമാണെന്ന് നമുക്ക് അനുഭവമാകും. ഇതേപോലെയാണ്
സത്സംഗങ്ങളില് നമ്മുടെ കർണങ്ങളെ കൊണ്ട് വെച്ചു കൊടുക്കുകയേ വേണ്ടൂ. നമ്മുടെ കഥകളിലൂടെ ഭഗവാന്റെ അത്ഭുതകരമായ ലീലാമൃതം കടന്നു കയറും. നമ്മുടെ ഹൃദയത്തില് മനസ്സില് ധാരാളം മാലിന്യങ്ങളുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യ, ദംഭ, അസൂയ, ഈർഷ്യ, ഇനി എന്തെല്ലാം ഇല്ല, അത്രയ്ക്കുണ്ട്. ഓരോന്നോരോന്നോരോന്ന് പാളികളായിട്ട് അടർന്നു മാറുവാൻ ഈ അമൃത പ്രവാഹത്തിന്, ഭഗവത് കഥകൾക്ക്, ഭഗവാന്റെ അവതാര കഥകൾക്ക് തീർച്ചയായിട്ടും കഴിവുണ്ട്. അങ്ങനെ ഒരു കാലം എത്തുമ്പോൾ മനസ്സ് നിർമ്മലമാകും, ചിത്തശുദ്ധി ഉണ്ടായി വരും. അക്കാലം ഇതാ ഈ പറഞ്ഞതുപോലെ ഭഗവാൻ, അന്തര്യാമിയായ ഭഗവാനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് തന്നെയാണ് വൈകുണ്ഠപ്രാപ്തി. ഏവർക്കും നമസ്കാരം.